ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി കുട്ടി വിശേഷങ്ങൾ. നമ്മൾ ഇത്തവണ താലപ്പൊലിക്ക് പോയപ്പോൾ അവിടെ ചെറിയൊരു ചലഞ്ച് നടന്നിട്ടുണ്ടായിരുന്നു. ചലഞ്ച് എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ചെറിയൊരു നറുക്കെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നിനല്ല കേട്ടോ, പണിയെടുക്കാനുള്ള മടി കൊണ്ട് സംഭവിച്ചു പോയതാണ്. ആര് ചായ വയ്ക്കും എന്നുള്ളൊരു, എല്ലാവർക്കും ചായ കുടിക്കണം, പക്ഷെ ചായ വയ്ക്കാൻ ആർക്കും വയ്യ, അതായിരുന്നു പ്രശ്നം. അപ്പോൾ ഒരു നറുക്കെടുപ്പ് ആവാമെന്ന് വിചാരിച്ചു. നറുക്ക് എടുക്കാമെന്ന് പറഞ്ഞവർക്ക് തന്നെ പണി കിട്ടിയ അവസ്ഥയിൽ പോയി. ചേച്ചിക്കും അനുചേച്ചിക്കുമാണ് നറുക്കെടുപ്പിൽ പേര് വീണത്. അപ്പോൾ അവരുടെ ഒരു ചായ വയ്പ്പൊക്കെയാണ് നമ്മളിനി കാണാൻ പോണത്. പിന്നെ അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കുറേ ആൾക്കാർക്ക് ചായ വയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ടാസ്ക് തന്നെയാണല്ലോ. പരസ്പരം രണ്ടാൾക്കും അവരുടെ പേര് തന്നെ കിട്ടിയതിലുള്ള സന്തോഷമായിരുന്നു അവർക്ക്. അങ്ങനെ എപ്പോഴും കഴിക്കാൻ പറ്റുന്ന എന്താണ് കണക്കാക്കുന്നത്? സാമ്പാറോ ചേച്ചി പാലോട്ട് പോയാ ഒരു സംഭവം ഗ്ലാസ് എവിടെ? നീ ഡബിൾ ഹലോ ഗായ്സ്, ചായ റെഡി. നമ്മൾ ഉണ്ടാക്കിയ ചായ ഫസ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് മാനേട്ടനാണ്. ഫസ്റ്റ് നമ്മുടെ മാനേട്ടൻ നോക്കി ഈ ഗ്ലാസ് ആണ്. ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ ചായ അല്ലേ. ഇത് ഹിന്ദുമായിട്ട് ഓക്കെ, കുട്ടിയെ സൂക്ഷിക്കേണ്ടതാണ്. എന്താ അഭിപ്രായം? എന്താ പ്രശ്നം? ചായക്കുന്ന പ്രശ്നം? ആഹാ, നല്ല ചായ. അപ്പൊ നമ്മള് ചായ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല ഏലക്കായുടെ ടേസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ആദ്യം കൊടുത്ത ചായ കുറച്ച് മധുരത്തിന് കുറവുണ്ടായിരുന്നു. ഈ ചായ അടിപൊളിയാണ് കേട്ടോ, സെറ്റാണ്. ചായപ്പണിക്ക് നിന്നുകൊണ്ട് തന്നെ നമുക്ക് വൈകിട്ട് പൂരത്തിന് പോകേണ്ട സമയം കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ ആനപ്പൂരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ എത്തിയത്. നമ്മൾ വെടിക്കെട്ട് ഉദ്ദേശം വെച്ചിട്ടാണ് പോണത്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. നമ്മൾ പോണ സമയത്ത് തന്നെ ആനകളൊക്കെ തിരിച്ചു വരണ ഒരു സമയമായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ചായ വിശേഷം. ഇതുപോലെ ആർക്കെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചായ വയ്ക്കൽ അനുഭവം ഉണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ.